Good afternoon, dears. Uh, Today we are going to discuss our next topic in stereochemistry, and we are moving towards the end of this chapter. And we have now two topics remaining, that are methods of distinguishing geometrical isomers and EZ nomenclature system. So let us discuss the methods of distinguishing geometrical isomers. The distinction between cis and trans isomers of compounds can be made on the basis of differences in their physical and chemical properties. Some such methods are mentioned below with illustrations, and the various spectroscopic methods, X-ray analysis, etc. can also be used to determine the configurations of geometrical isomers. So in the last video we have discussed about geometrical isomers, and we also know that geometrical isomers are also known as cis-trans isomers, and we have studied cis and trans position, right? When similar groups came on the same side of the double bond, it is cis compound. The similar groups can be seen in the opposite side of the double bond, then we can say it as trans compound. So നമുക്ക് ഒരു കോമ്പൗണ്ടിനെ സിസും ട്രാൻസിനെയും ഡിസ്റ്റിങ്ക്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ? കാരണം അവർ തമ്മിൽ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസിൽ വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസം കൊണ്ട് നമുക്ക് സിസ് ആൻഡ് ട്രാൻസിനെ നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ചെയ്യാൻ പറ്റും. Some of the methods for these distinctions are given below. First one, distinction on the basis of melting point of the isomers. Generally, among a pair of cis-trans isomers, the trans isomer is more symmetrical as the two similar groups lie on the opposite side of CC and hence packs relatively better into the crystal lattice. In other words, the cis isomer is less symmetrical as the two similar groups lie on the same side of C double bond C and hence does not pack well into the crystal lattice. As a result, the intermolecular forces are generally stronger in the trans isomer, so that a higher melting point than the cis isomer. This feature can be used to distinguish between cis-trans isomers and thereby assign configurations to each. Example, the melting point of fumaric acid, the trans isomer, is higher than that of cis counterpart malic acid. Difference can be used to distinguish between the two. So, melting point in a ബേസിസ് ആക്കി വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു കോമ്പൗണ്ട് സിസ് ആൻഡ് ട്രാൻസ് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാം. സോ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നോർമലി ഏതൊരു സിസ് ട്രാൻസ് ഐസോമേഴ്സിലാണെങ്കിലും ട്രാൻസ് ഐസോമർ ആയിരിക്കും കൂടുതൽ സിമെട്രിക്കലി നമുക്ക് കാണാൻ പറ്റുക. കൂടുതൽ സിമെട്രിക്കലി എന്ന് പറയുമ്പോൾ അവിടെ സിമിലർ ഗ്രൂപ്പ്സ് ഓപ്പോസിറ്റ് സൈഡിലാണ് വരിക. സോ കോമ്പൗണ്ട് സിമെട്രിക്കലാണ്, എന്നിട്ട് എന്ത് ചെയ്യും, ആൻഡ് ഇത് ക്രിസ്റ്റൽ ലാറ്റിസിൽ കറക്റ്റായി പോയി ഫിറ്റായി നിൽക്കും. ട്രാൻസ് കോമ്പൗണ്ടിൽ സിമിലർ ഗ്രൂപ്പ്സ് ഓപ്പോസിറ്റ് സൈഡാണ്. സോ അത് സിമെട്രിക്കലാണ്, ക്രിസ്റ്റൽ ലാറ്റിസിൽ പോയി കറക്റ്റായി ഫിറ്റ് ചെയ്യുകയും ചെയ്യും. ഇനി സിസ് കോമ്പൗണ്ട് നോക്കുകയാണെങ്കിൽ ഇവർ അത്രയ്ക്ക് സിമെട്രിക്കൽ അല്ല, കാരണം സിമിലർ ഗ്രൂപ്പ്സ് സെയിം സൈഡ് ഓഫ് സി ഡബിൾ ബോണ്ട് സി സെയിം സൈഡാണ് വരുന്നത്. നമുക്ക് ഈ രണ്ട് ഫിഗർ നോക്കിയാൽ കാണും. ട്രാൻസും സിസും നോക്കുകയാണെങ്കിൽ ട്രാൻസിൽ ഒരു സിമെട്രി ഉണ്ട്, സിസിലൊരു സിമെട്രി അത്രയ്ക്ക് അങ്ങോട്ട് സിമെട്രി ഇല്ല. അതുകൊണ്ട് ക്രിസ്റ്റൽ ലാറ്റിസിൽ അത്ര കറക്റ്റായിട്ട് പോയി ഫിറ്റായി നിൽക്കില്ല. പിന്നെ കൂടുതൽ സിമെട്രിക്കലി നിൽക്കുന്ന കോമ്പൗണ്ടിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ഇന്റർമോളിക്കുലർ ഫോഴ്സസ് സ്ട്രോങ്ലി ആക്ട് ചെയ്യും. സോ ട്രാൻസിൽ ഇന്റർമോളിക്കുലർ ഫോഴ്സസ് സ്ട്രോങ്ലി ആക്ട് ചെയ്യും. സോ അതുകൊണ്ട് ഹയർ മെൽറ്റിംഗ് പോയിൻ്റാണ് ട്രാൻസ് കോമ്പൗണ്ടിനും സിസിനെ കമ്പയർ ചെയ്യുമ്പോൾ. എക്സാമ്പിളാണ് മലീക് ആസിഡും ഫിമാരിക് ആസിഡും തന്നിരിക്കുന്നത്. ട്രാൻസ് കോമ്പൗണ്ടിനാണ് ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്, ദാറ്റ് ഈസ് ഫിമാരിക് ആസിഡ്. അങ്ങനെ ഈ ഡിഫറൻസ് വെച്ചിട്ട് നമുക്ക് സിസ് ആൻഡ് ട്രാൻസും ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ പറഞ്ഞത് മെൽറ്റിംഗ് പോയിൻ്റ് ആണ്. ട്രാൻസ് കോമ്പൗണ്ട് ആയിരിക്കും കൂടുതൽ സിമെട്രിക്കൽ ആയതുകൊണ്ട് ഇന്റർമോളിക്കുലർ കറക്റ്റായി ക്രിസ്റ്റൽ ലാറ്റിസിൽ ഫിറ്റും ചെയ്യും. ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ഇവിടെ കൂടുതലായിരിക്കും സിക്സിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഇതാണ് ഇവിടുത്തെ ഡിസ്റ്റിങ്ക്വിഷിംഗ് പ്രോപ്പർട്ടി. The next one, distinction on the basis of dipole moments. Generally, among a pair of isomers, the trans isomer has a lower dipole moment because as the two similar groups lie on opposite side of C double bond C, corresponding bond moments would get cancelled out to a greater extent upon vectorial addition, and this feature can be used to distinguish between cis-trans isomers and thereby assign configuration to each. So, dipole moment കേസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പെയർ ഓഫ് ഐസോമേഴ്സ് എടുക്കുകയാണെങ്കിൽ ട്രാൻസും എടുക്കുക, സിസ് എടുക്കുക. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ബ്യൂട്ട് 2 അതിൽ സിസ് ഫോമും കാണിച്ചിട്ടുണ്ട്, ട്രാൻസ്ഫോമും കാണിച്ചിട്ടുണ്ട്. ട്രാൻസ്ഫോമിൽ എന്താണെന്ന് വെച്ചാൽ സിമിലർ ഗ്രൂപ്പ് ഓപ്പോസിറ്റ് സൈഡാണ് നിൽക്കുന്നത്. സോ ഒന്നിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് മറ്റേത് ഓപ്പോസിറ്റ് സൈഡാണ് ക്യാൻസൽ ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് രണ്ട് ഡൈപോൾ മൊമെൻറ്റ് ക്യാൻസൽ ആവുന്നതുകൊണ്ട് ട്രാൻസ് കോമ്പൗണ്ടിൽ ലോവർ ഡൈപോൾ മൊമെൻ്റ് ആയിരിക്കും. സിസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഓപ്പോസിറ്റ് സൈഡിലല്ല,
അതുകൊണ്ട് ഇവർക്കൊരു പെർട്ടിക്കുലർ ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്. അങ്ങനെ ഈ ഫീച്ചർ വെച്ച് നമുക്ക് സിസിനെയും ട്രാൻസിനെയും ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാനാണ് പറയുന്നത്. ട്രാൻസിന് കൂടുതലും ഡൈപോൾ മൊമെൻറ്റ് കുറവായിരിക്കും, സിമിലർ ഗ്രൂപ്പ് ഓപ്പോസിറ്റ് സൈഡ് ആയതുകൊണ്ട്. സിസിലാണെങ്കിൽ അങ്ങനെയല്ല. നമ്മൾ ട്രാൻസ് ബ്യൂട്ടി ടു ഇൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ട്രാൻസിൻ്റെ കേസിൽ ഇവിടെ ഡൈപോൾ മൊമെൻറ്റ് 0 ആണ്, ക്യാൻസലായി പോവും. സിസിൻ്റെ കാര്യത്തിൽ ഇതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് 0.33 ആണ്. അങ്ങനെ നമുക്കിതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് വെച്ചിട്ട് നമുക്ക് ഈ കോമ്പൗണ്ട് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത എക്സാമ്പിൾ പറഞ്ഞാൽ ട്രാൻസ് 1,2 ഡൈക്ലോറോ ഈത്തീൻ ആണ്. ട്രാൻസ് ഫോമിന് 0 ഡൈപോൾ മൊമെൻ്റ് ആയിരിക്കും, കാരണം അവിടെ ക്യാൻസലായി പോവും. സിസിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയല്ല, കാരണം അവിടെ ക്യാൻസലായി പോകുന്നില്ല. അതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് 1.85 ആണ്. അങ്ങനെ ഈ മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ചെയ്യാം. തേർഡ് വൺ, distinction on the basis of differing solubilities of the isomers. Due to their lower symmetries, cis isomer poorly packed in this crystal lattice, higher polarity as compared to the trans isomer. Consequently, the cis isomer gradually have higher solubilities in water and other polar solvent. This difference in generally can be in solubility can be used to distinguish a cis isomer from trans. Upon considering the solubilities of geometrical isomers of but2 1,4-dioic acid in water, it is seen that the solubility of cis isomer is much higher than trans isomer. So, ഇനി അടുത്തതെന്ന് വെച്ചാൽ സോല്യൂബിലിറ്റിയുള്ള വ്യത്യാസം വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാം. ഇപ്പോൾ എന്ത് പറയുമ്പോൾ സിസ് ആൻഡ് ട്രാൻസിൻ്റെ സ്ട്രക്ചർ നിങ്ങളുടെ മൈൻഡിലേക്ക് വരണം. സോ സിസ് ആണെങ്കിൽ എന്തായിരിക്കും, നമ്മൾ പറഞ്ഞു അവർ അത്ര സിമെട്രിക്കലല്ല, കറക്റ്റായി ക്രിസ്റ്റലാറ്റിസിൽ ഫിറ്റ് ആവില്ല, അവർക്ക് സിമെട്രി ലോവറാണ് സിസ് കോമ്പൗണ്ടിന്. സിമെട്രി കുറവായതുകൊണ്ട് അവർ പുവർലി ക്രിസ്റ്റലാറ്റിസിൽ പാക്ക് ചെയ്യുള്ളൂ. പിന്നെ പൊളാരിറ്റി കൂടുതലാണ്, അത് സിമിലർ ഗ്രൂപ്പ്സ് സെയിം സൈഡ് ആയതുകൊണ്ട് ഇതിൻ്റെ പൊളാരിറ്റി കൂടുതലാണ്. സോ സിമെട്രി കുറവാണ്, പൊളാരിറ്റി കൂടുതലാണ്. ഇത് രണ്ടും കാരണം ഇതിന് ഹൈ സോല്യൂബിലിറ്റിയാണ് വാട്ടറും വേറെ പോളാർ സോൾവെൻസിലും ഉള്ളത്. സോ സിസ് കോമ്പൗണ്ട് ട്രാൻസിനേക്കാളും സോല്യൂബിലിറ്റി കൂടുതലാണ്. Then fourth one, distinction on the basis of ease of cyclization. Cyclization വഴി നമുക്ക് എങ്ങനെ ഡിസ്റ്റിങ്ക്റ്റ് ചെയ്യാം നോക്കാം. It is to be expected that in possible reaction that lead to the formation of ring, the cis isomer would undergo ring closure much more readily than the corresponding trans isomer. For illustration, let us consider the action of heat on the geometrical isomers of but2 1,4-dioic acid, namely malic and fumaric acid. When heated above its melting point, malic acid readily yields its cyclic anhydride. Fumaric acid, on the other hand, does not yield an anhydride of its own. However, when strongly heated, it yields malic anhydride via the formation of malic acid. Then, ഇനി ചില റിയാക്ഷനിൽ ചില കോമ്പൗണ്ടിന് റിങ് ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. സോ ഇവിടെ സിസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സിസിന് റിങ് ക്ലോഷർ നടത്താനുള്ള കഴിവുണ്ട് ട്രാൻസിനേക്കാളും. സോ നമുക്ക് ചില റിയാക്ഷനിൽ റിങ് ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ചില റിയാക്റ്റൻസിനുണ്ടാവും. സോ ഇവിടെ സിസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സിസ് ട്രാൻസിനേക്കാളും വേഗം റിങ് ക്ലോഷർ നടത്തും. അതിന് എക്സാമ്പിളാണ് മലീക് ആസിഡും ഫ്യൂമാരിക് ആസിഡും. മലീക് ആസിഡ് നമ്മളൊരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ കൂടുതൽ ഹീറ്റ് ചെയ്താൽ അത് അതിൻ്റെ സൈക്ലിക് ആൻഹൈഡ്രൈഡായി മാറും. നമുക്കറിയാം മലീക് ആസിഡ് സിസ് കോമ്പൗണ്ടാണ്. സോ ആൻഹൈഡ്രൈഡ് ഫോം ചെയ്യുന്നത് രണ്ട് COH സെയിം കാർബണിന് അടുത്താണെങ്കിൽ സെയിം സൈഡ് ആയതുകൊണ്ട് അത് വേഗം ആൻഹൈഡ്രൈഡ് അതിന് ഫോം ചെയ്യാൻ പറ്റും. പക്ഷേ ട്രാൻസിലാണെങ്കിൽ ഇങ്ങനെ പറ്റില്ല. ട്രാൻസ് കോമ്പൗണ്ട് നമ്മൾ സ്ട്രോങ്ലി ഹീറ്റ് ചെയ്താൽ എന്ത് ചെയ്യും, ആദ്യം അത് മലീക് ആസിഡായി മാറി എന്നിട്ട് അതിൻ്റെ ആൻഹൈഡ്രൈഡ് ഫോം ചെയ്യുള്ളൂ. സോ ഈ സൈക്ലൈസേഷൻ്റെ ബേസിസിലും നമുക്ക് കോമ്പൗണ്ട്സിനെ ഡിസ്റ്റിങ്ക്റ്റ് ചെയ്യാം. ആൻഡ് ദെൻ ലാസ്റ്റ് വൺ, ഡിസ്റ്റിങ്ഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഹീറ്റ് ഓഫ് ഹൈഡ്രോജനേഷൻ. ദ എൻതാൽപ്പി ചേഞ്ച് accompanying hydrogenation of 1 mole of an unsaturated compound is known as enthalpy of hydrogenation or heat of hydrogenation, and the heat of hydrogenation of an unsaturated substance is a measure of its stability. So, ഒരു മോൾ ഓഫ് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് 1 മോൾ ഓഫ് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ഉണ്ടെന്ന് കരുതുക. ഈ ഒരു അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് നമ്മൾ ഹൈഡ്രോജനേറ്റ് ചെയ്യാണ്. അപ്പോൾ ഉള്ള എൻതാൽപ്പി ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുക, എൻതാൽപ്പി ഓഫ് ഹൈഡ്രോജനേഷൻ. അതായത് 1 മോൾ ഓഫ് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടിനെ ഹൈഡ്രോജനേറ്റ് ചെയ്യുമ്പോൾ നടക്കുന്ന എൻതാൽപ്പി ചേഞ്ചിനെയാണ് നമ്മൾ എൻതാൽപ്പി ഓഫ് ഹൈഡ്രോജനേഷൻ അല്ലെങ്കിൽ ഹീറ്റ് ഓഫ് ഹൈഡ്രോജനേഷൻ എന്ന് പറയാം. സോ നമ്മൾ എന്ത് ചെയ്യും, ഹൈഡ്രോജനേഷൻ എന്ന് പറയുമ്പോൾ ആഡിങ് ഹൈഡ്രോജൻ. സോ അഡീഷൻ ഓഫ് ഹൈഡ്രോജൻ ടു ആൻ ആൽക്കീൻ ഗീവ്സ് ആൽക്കേൻ. മോർ നെഗറ്റീവ് ദ എൻതാൽപ്പി വാല്യൂ, ലെസ് സ്റ്റേബിൾ. This fact is utilized between the cis and trans.
സോ നമ്മളൊരു ആൽക്കീനിലേക്ക് H2 ആഡ് ചെയ്യുമ്പോൾ അത് ആൽക്കീൻ തരും. കൂടുതൽ നെഗറ്റീവാണ് ഈ എൻതാൽപ്പീൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ സ്റ്റെബിലിറ്റി കുറയും. എൻതാൽപ്പിൻ്റെ വാല്യൂ മോർ നെഗറ്റീവ് ആകുമ്പോൾ സ്റ്റെബിലിറ്റി കുറയും. ഇത് വെച്ച് നമുക്ക് സിസ് ആൻഡ് ട്രാൻസ് കമ്പയർ ചെയ്യാം. ട്രാൻസ് ഐസോമറിന് സ്റ്റെറിക് ഹിൻഡ്രൻസ് കുറവാണ്, ഹാസ് എ ലോവർ സ്റ്റെറിക് ഹിൻഡ്രൻസ്. സിസിനെ കമ്പയർ ചെയ്യുമ്പോൾ ട്രാൻസിന് സ്റ്റെറിക് ഹിൻഡ്രൻസ് കുറവാണ്. സോ ഹൈഡ്രോജനേഷൻ നടന്നാൽ ട്രാൻസ് ഐസോമർ കുറച്ച് ഹീറ്റേ തരുള്ളൂ. അപ്പം ഹീറ്റ് ഓഫ് ഹൈഡ്രോജനേഷൻ ഓഫ് ട്രാൻസ് എന്ന് പറഞ്ഞാൽ ലെസ് നെഗറ്റീവാണ്, സിസ് ആണെങ്കിൽ കുറച്ച് കൂടുതലാണ്. സോ ട്രാൻസിന് സ്റ്റെറിക് സ്ട്രെയിൻ കുറവായതുകൊണ്ട് ഹൈഡ്രോജനേഷൻ ചെയ്യുമ്പോൾ കുറച്ച് ഹീറ്റേ പുറത്തുള്ളൂ. സിസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ റിയാക്ഷനാണ് സിസ് ബ്യൂട്ടീൻ ആസ് വെൽ ആസ് ട്രാൻസ് ബ്യൂട്ടീനെ ഹൈഡ്രോജനേറ്റ് ചെയ്താൽ. സോ ബ്യൂട്ട്2 നമ്മൾ ബ്യൂട്ടൈൻ കിട്ടും. സോ സിസിൻ്റെ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ -120 ആണ്, ട്രാൻസിൻ്റെ -116 ആണ്. സോ കൂടുതൽ നെഗറ്റീവ് ആവും തോറും എന്ത് സംഭവിക്കും? സ്റ്റെബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. സോ ഇത്ര നേരം നമ്മൾ പഠിച്ചത് നമുക്ക് എങ്ങനെ സിസ് ആൻഡ് ട്രാൻസിനെ നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ചെയ്യാം. നമ്മൾ എങ്ങനെയൊക്കെ ഡിസ്റ്റിങ്ക്റ്റ് ചെയ്തു? മെൽറ്റിംഗ് പോയിൻറ്റ്, ഫസ്റ്റ് വൺ മെൽറ്റിംഗ് പോയിൻറ്റ്, then dipole moment, then solubility, then cyclization, and then last heat of hydrogenation. Then our last topic, the EZ system of nomenclature. The term cis and trans, although convenient to designate geometrical isomers of disubstituted alkenes, cannot be applied unambiguously to designate those two trisubstituted or tetrasubstituted alkenes. Consider the geometrical isomers shown below. It's possible to decide which of the above isomer is. It is impossible to decide which of the above isomer is cis and which is trans. The system used in such situation to specify the configuration is based on Cannon-Prelog convention, and it is known as EZ system. There are 2 steps in EZ system. So നമ്മുടെ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടിൽ ദാറ്റ് ഈസ് ഡബിൾ ബോണ്ടഡ്, ഒരു കാർബണിന് ചുറ്റും 2 കാർബണിൻ്റെ ഇടയ്ക്ക് ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. ഇതാണ് നമ്മുടെ കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ എന്ന് വെച്ചാൽ നമ്മൾ ഇത്ര നേരം കണ്ടത്. നമ്മളതിനെ നെയിമിങ് ചെയ്യാൻ വേണ്ടി സിസ് ട്രാൻസ്, നമ്മൾ സിസ് ആണോ ട്രാൻസ് ആണോ എന്നാണ് നോക്കിയത്. അതെപ്പോഴത്തെ കേസിൽ ഒരു കാർബൺ ചുറ്റും എന്താ പറയുക, ഒരു കാർബൺ ചുറ്റുമുള്ള ഗ്രൂപ്പും അടുത്ത കാർബണിന് ചുറ്റുമുള്ള ഗ്രൂപ്പും സിമിലർ ആയിരുന്നു. പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ അതായത് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻസിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ നെയിമിങ് ചെയ്യാൻ സിസ് ആൻഡ് ട്രാൻസ് യൂസ് ചെയ്യും. ഇനി ട്രൈ അല്ലെങ്കിൽ ടെട്രാ സബ്സ്റ്റിറ്റ്യൂട്ടഡ്, 3 4 സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആണ്, 4 ഡിഫറെൻ്റ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ നെയിമിങ് കൊടുക്കും? അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. സോ ഒരു ജോമെട്രിക്കൽ ഐസോമേഴ്സ് 2 തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? ടെട്രാ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കോമ്പൗണ്ട് നമ്മൾ നെയിം ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്തത് Cannon-Prelog പ്രലോഗ് സിസ്റ്റം ആണ്. അപ്പോൾ Cannon-Prelog ആ സിസ്റ്റം ഇൻ ദിസ് കേസ് ാണ് നമ്മൾ EZ സിസ്റ്റം എന്ന് പറയുന്നത്. സോ EZ സിസ്റ്റത്തിൽ 2 മെയിൻ സ്റ്റെപ്സ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പ്രയോറിറ്റൈസിങ് ദ ഗ്രൂപ്പ് അറ്റാച്ച് ടു ഈച്ച് sp2 കാർബൺ ഓഫ് ദ ഡബിൾ ബോണ്ട്. ഇവിടെ അവിടുത്തെ പോലെ എന്താണ്? പ്രയോറിറ്റി കൊടുക്കുക. നമ്മളവിടെ എങ്ങനെ പ്രയോറിറ്റി? സീക്വൻസ് റൂളിനനുസരിച്ച് പ്രയോറിറ്റി കൊടുക്കുക. ദെൻ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ഒരു കാർബണിന് ചുറ്റും 2 ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അവർക്ക് പ്രയോറിറ്റി റൂൾ അനുസരിച്ച് പ്രയോറിറ്റി കൊടുക്കും. അടുത്ത കാർബണിൽ 2 ഗ്രൂപ്പ്സ് ഉണ്ട്, അതിന് ഈ പ്രയോറിറ്റി റൂൾ വെച്ച് പ്രയോറിറ്റി കൊടുക്കും. ദെൻ സെക്കൻഡ് പ്രയോറിറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ EZ കൊടുക്കും. EZ എങ്ങനെയാണ് കൊടുക്കുകയെന്ന് വെച്ചാൽ 2 ഗ്രൂപ്പ്സ് ഉണ്ടല്ലോ, ഒരു കാർബണിന് ചുറ്റുമുള്ള 2 ഗ്രൂപ്പ്സിൽ ആർക്കാണ് ഹൈ പ്രയോറിറ്റി ആർക്കാണ് ലോ പ്രയോറിറ്റി നോക്കും. അതായത് അറ്റോമിക് നമ്പർ കൂടിയതിന് നമ്മൾ ഹൈ പ്രയോറിറ്റി കൊടുക്കും, പിന്നെ ഒരെണ്ണമല്ലോ അതിന് ലോ പ്രയോറിറ്റി തന്നെ കൊടുക്കും. അടുത്ത കാർബണിൽ ഇതുപോലെ ഹൈയും ലോയും കൊടുക്കും. സോ ഹൈ പ്രയോറിറ്റി ഉള്ള ഗ്രൂപ്പ് സെയിം സൈഡിൽ വന്നാൽ നമ്മൾ Z എന്ന് പറയാം, Z കോൺഫിഗറേഷൻ എന്ന് പറയും. ദെൻ ഹൈ അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ഓപ്പോസിറ്റ് സൈഡ് വന്നാൽ, ട്രാൻസ് ആയിട്ട് വന്നാൽ നമ്മളതിന് E എന്നും പറയും. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഹൈ പ്രയോറിറ്റി ഉള്ള ഗ്രൂപ്പ് സെയിം സൈഡിൽ വന്നപ്പോൾ Z ഐസോമർ, ദെൻ ഹൈ പ്രയോറിറ്റി ഉള്ളത് ഓപ്പോസിറ്റ് സൈഡ് വന്നപ്പോൾ E ഐസോമർ. ഇത്രയേ ഉള്ളൂ. സീക്വൻസ് റൂൾ അനുസരിച്ച് പ്രയോറിറ്റി കൊടുക്കുക ഹൈ ആൻഡ് ലോ. ദെൻ സെയിം സൈഡിൽ വന്നാൽ Z, ഓപ്പോസിറ്റ് സൈഡിൽ വന്നാൽ E. സോ സീക്വൻസ് റൂൾ എന്തൊക്കെയാണെന്ന് നോക്കാം. റൂൾ 1, that is greater the atomic number of the atom directly attached, higher the priority, and if different isotopes of the same atom are considered, heavier isotope get the higher priority. Atomic number കൂടുതൽ ഏതിനാണോ അതിനാണ് പ്രയോറിറ്റി കൂടുതൽ. ദെൻ ഡിഫറെൻറ്റ് ഐസോട്ടോപ്സ് ആണ് നമ്മളിപ്പോൾ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അതിൽ ഹെവിയർ ഐസോട്ടോപ്പ് അല്ലെങ്കിൽ മാസ് നമ്പറിന് കൂടുതൽ നമ്മൾ ഹയർ പ്രയോറിറ്റി കൊടുക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 1 ബ്രോമോ 2 ക്ലോറോ
ടു ഫ്ലൂറോ ഈത്തീൻ. അങ്ങനെ നോക്കുമ്പോൾ ഒരു കാർബണിന് ചുറ്റും ബ്രോമിനും ഹൈഡ്രജനും ഉണ്ട്, ക്ലോറിനും ഫ്ലൂറിനും. സോ ബ്രോമിനും ഹൈഡ്രജനും വെച്ച് നോക്കുമ്പോൾ അറ്റോമിക് നമ്പർ കൂടുതൽ ഏതിനാണ്? ബ്രോമിന്. സോ ബ്രോമിന് നമ്മൾ ഹൈ എന്ന് റെപ്രസെൻറ്റ് ചെയ്യണം, ഹൈഡ്രജൻ ലോ എന്ന് റെപ്രസെൻറ്റ് ചെയ്യണം. നെക്സ്റ്റ് ക്ലോറിനും ഫ്ലൂറിനും നോക്കുമ്പോൾ ക്ലോറിനിൽ ഹൈ പ്രയോറിറ്റി, ഫ്ലൂറിനിൽ ലോ പ്രയോറിറ്റി. ഇനി നമ്മൾ നോക്കുക, ഹൈ പ്രയോറിറ്റി ഉള്ള ഗ്രൂപ്പ് സെയിം സൈഡിൽ വന്നു. സോ നമ്മളതിനെ Z എന്ന് കൊടുക്കും. ഇനി നമ്മൾ അടുത്ത ഫിഗറിൽ നോക്കുമ്പോൾ ഹൈ ലോ അല്ലെങ്കിൽ ലോ സിമിലർ ഗ്രൂപ്പ്സ് ഓപ്പോസിറ്റ് സൈഡ് വന്നുകൊണ്ട് നമ്മളതിനെ എന്ന് കൊടുക്കും. ഇങ്ങനെയാണ് EZ സിസ്റ്റം നമ്മൾ വെച്ചിട്ട് നമ്മൾ ട്രൈ ഓർ ടെട്രാ സബ്സ്റ്റിറ്റ്യൂട്ടഡ് കോമ്പൗണ്ട്സിനെ നെയിം ചെയ്യാം. ദെൻ ഇനിയും റൂൾസ് ഉണ്ട്. ദെൻ റൂൾ 2 നമ്മൾ ഇത്ര നേരം പറഞ്ഞ റൂൾ 1നെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് കൊടുത്തതെന്നാണ് പറഞ്ഞത്. ഈ റൂൾ 2, if rule 1 fails to decide upon the relative priority of the two groups attached because the first atoms are identical, then the rule may be applied by comparing the atomic numbers of the next atom in the groups and continued if necessary by working outward from the attached atom to the first point of difference. ഇനി എന്ന് വെച്ചാൽ റൂൾ 1 വെച്ചിട്ട് നമുക്ക് പ്രയോറിറ്റി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഡബിൾ ബോണ്ടഡ് കാർബൺ ഡയറക്റ്റ്ലി അറ്റാച്ച് ചെയ്ത ഗ്രൂപ്പിൽ ഡബിൾ ബോണ്ടഡ് കാർബൺ ഡയറക്റ്റ്ലി 2 ഗ്രൂപ്പ്സിനാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ആ ഗ്രൂപ്പ്സിൻ്റെ പ്രയോറിറ്റിയാണ് നമ്മൾ ഇത്ര നേരം നോക്കിയത്. ഇനി നമുക്കിങ്ങനെ ഡയറക്റ്റ്ലി ഡബിൾ ബോണ്ടഡ് കാർബണിൽ അറ്റാച്ച് ചെയ്ത ആ ആറ്റം വെച്ചിട്ട് പ്രയോറിറ്റി കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളതിന് തൊട്ടടുത്തുള്ള അടുത്ത ആറ്റത്തിനെ കൺസിഡർ ചെയ്യും. അതിന് എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ഒരു കാർബൺ CH3യും H ആയിട്ട് ബോണ്ട് ചെയ്തിട്ട്, സോ അതിൽ CH3 ഹൈയും H ലോയും. ദെൻ അടുത്ത കാർബൺ നോക്കുകയാണെങ്കിൽ CH2CH2Cl ദെൻ CH2CH3. സിൻസ് ക്ലോറിൻ ഇവിടെ അപ്പോൾ രണ്ടെണ്ണം അതിന് തുടങ്ങിയിരിക്കുന്ന എന്താ? ആദ്യത്തെ 2 ഗ്രൂപ്പ്സും സെയിം ആണ്, തേർഡിലാണ് വ്യത്യാസം. സോ തേർഡിൽ ക്ലോറിനാണ്, ക്ലോറിൻ അറ്റോമിക് നമ്പർ കൂടുതലാണ്. സോ അതാണ് ഹൈ. അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് റൂൾ വെച്ച് നമുക്ക് പ്രയോറിറ്റി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ അടുത്ത ആറ്റത്തിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യും. സോ അതിനാണ് ഹൈ. സോ സിമിലർ ഗ്രൂപ്പ് ഓപ്പോസിറ്റ് സൈഡ് വന്നപ്പോൾ E. ദെൻ തേർഡ് റൂൾ, മൾട്ടിപ്പിൾ ബോൺസ് പ്രസൻ്റ് ആയിട്ടുണ്ടെന്ന് വയ്ക്കാം. മൾട്ടിപ്പിൾ ബോൺസ് ഉണ്ടെങ്കിൽ നമ്മൾ അത്ര നമ്പർ ഓഫ് സെപ്പറേറ്റ് സിംഗിൾ ബോൺസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഇപ്പോൾ A ഡബിൾ ബോണ്ട് B ആണ് നമ്മൾ എന്താ കൺസിഡർ ചെയ്യുക? 2 A സിംഗിൾ ബോണ്ട് B ഉണ്ടെന്ന് കൺസിഡർ ചെയ്യുക. A ട്രിപ്പിൾ ബോണ്ട് B ഉണ്ടെങ്കിൽ 3 A സിംഗിൾ ബോണ്ട് B ഉണ്ടെന്ന് കൺസിഡർ ചെയ്യുക. സോ ഡബിൾ ബോണ്ടിന് എണ്ണമൊക്കെ കൂടുമ്പോൾ അതിൻ്റെ പ്രയോറിറ്റി കൂടും. ഇനി COOH, CHO, CH2OH ഇവർ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ആർക്കാണ് കൂടുതൽ പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ COOH ഗ്രേറ്റർ ദാൻ CHO ഗ്രേറ്റർ ദാൻ CH2OH. ദെൻ ഇവിടെ കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. EZ സിസ്റ്റം അവരുടെ ആൻസറും തന്നിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് ഫ്രം യുവർ ടെക്സ്റ്റ് ബുക്ക്. Go through it by studying the concept and rule. Go through the examples. Okay. And then our last topic, geometrical isomerism in oximes, the syn and anti isomers. ഇനി ഓക്സിംസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ജോമെട്രിക്കൽ ഐസോമറിസം എങ്ങനെയായിരിക്കും? അതിൻ്റെ നോമൻക്ലേച്ചർ ആണ് സിൻ ആൻഡ് ആൻറ്റി. So oximes are compounds containing C double bond NOH moiety. Aldoximes and ketoximes are generally produced by the action of hydroxyl amine, that is NH2OH, on aldehydes and ketones respectively. So oximes എന്താണെന്ന് നോക്കാം. ഓക്സിംസിൻ്റെ ജനറൽ ഫോർമുല C double bond NOH. ഇതാണ് ഓക്സിംസിൻ്റെ ജനറൽ ഫോർമുല. ഈ ഓക്സിംസ് എപ്പോഴാണ് ഫോം ചെയ്യുക? ആൾഡിഹൈഡ്സും കീറ്റോൺസും ഉണ്ടാവുമല്ലോ. ആൽഡിഹൈഡ്സ് ഹൈഡ്രോക്സിൽ അമീൻ എന്ന് പറയുമ്പോൾ NH2OH. ആൽഡിഹൈഡ്സ് CHO ഗ്രൂപ്പ് NH2OH റിയാക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു C ഡബിൾ ബോണ്ട് NOH മോയിറ്റുള്ളൊരു കോംപ്ലക്സ് ഒരു കോമ്പൗണ്ട് ഫോം ചെയ്താൽ അത് നമ്മൾ ആൽഡോക്സിംസ് എന്ന് പറയുന്നു. ദെൻ കീറ്റോൺസ് ഇതുപോലെ NH2OH ആയിട്ട് റിയാക്ട് ചെയ്ത് ഫോം ചെയ്യുന്ന കോമ്പൗണ്ടിനെ നമ്മൾ കീറ്റോക്സിംസ് എന്നും പറയുന്നു. എക്സാമ്പിൾ ഫോർ ആൽഡോക്സിംസ് ആൻഡ് കീറ്റോക്സിംസ് ക്യാൻ ബി സീൻ. ആൽഡോക്സിം എന്ന് പറയുമ്പോൾ RCH ഡബിൾ ബോണ്ട് NOH, കീറ്റോക്സിംസ് എന്ന് പറയുമ്പോൾ RCR-NOH. ഒരു എച്ചും ഒരു ആറും അങ്ങനെയുള്ള ചെറിയ വ്യത്യാസം ഇതിനുള്ളൂ. ദെൻ according to valence bond theory, the carbon and nitrogen atoms in an oxymer sp2 hybridized and coplanar about the double bond, and the double bond consists of one sigma and pi bond. Third sp2 hybrid orbital contain a lone pair. In valence bond theory പ്രകാരം ഈ കാർബണും നൈട്രജനും
ഓക്സിംസിലെ കാർബൺ നൈട്രജനും sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്, കോപ്ലനാർ ആണ്. പിന്നെ ഒരു ഡബിൾ ബോണ്ടിൽ നമുക്കറിയാം ഒരു സ്ട്രോങ് സിഗ്മ ബോണ്ടും ഒരു വീക്ക് പൈ ബോണ്ടും ഉണ്ട്. തേർഡ് sp2 ഓർബിറ്റൽ ലോൺ പെയർ ആയിട്ടാണ് ഇരിക്കുന്നത്. ദെൻ ഓക്സിം മോളിക്യൂൾ സിഗ്മ ബോണ്ടുമായിട്ട് കോപ്ലനാർ ആണ്. ദെൻ ആൽഡോക്സിംസ് ഓർ കീറ്റോക്സിം ജോമെട്രിക്കൽ ഐസോമെറിസം കാണിക്കും, കാരണം അവർക്ക് റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ അബൌട്ട് ദ കാർബൺ ആൻഡ് നൈട്രജൻ ഡബിൾ ബോണ്ട്. സോ ദേ ഷോ geometrical isomerism. And then prefixes sin and anti are commonly used. ഇപ്പോൾ ഈ geometrical isomers റെപ്രസെൻറ്റ് ചെയ്യാൻ sin and anti ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ടേംസ്. ദെൻ ഫോർ ആൻ ആൽഡോക്സിം എന്ന് പറയുമ്പോൾ ആൽഡിഹൈഡ് പ്ലസ് NH2OH. അപ്പോൾ ആൽഡോക്സിൻ്റെ കേസിൽ എങ്ങനെ geometrical isomerism പറയാമെന്ന് പറഞ്ഞാൽ എച്ചും OHും സെയിം സൈഡിലോട്ട് വന്നാൽ അത് സിൻ ആണ്, എച്ചും OHും ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നാൽ അത് ആൻറ്റി ആണ്. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ RC ഡബിൾ ബോണ്ട് NOH എച്ച്. അപ്പോൾ ഇവിടെ എച്ചും OHും സെയിം സൈഡിൽ വന്നു, സിൻ. നെക്സ്റ്റ് വൺ എച്ചും OHും ഓപ്പോസിറ്റ് സൈഡിൽ വന്നു, ദെൻ ആൻറ്റി. അങ്ങനെ 2 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇനി കീറ്റോക്സിൻ്റെ കേസിലാണെങ്കിൽ 2 ആൽക്കൈൽ ഗ്രൂപ്പാണ് അതിനുള്ളത്. അപ്പോൾ ജോമെട്രിക്കൽ ഐസോമെറിസത്തിൽ ഫസ്റ്റത്തെ ആൽക്കൈലും OH ഗ്രൂപ്പും സെയിം സൈഡിലാണ് ഈ സിൻ, 2 ഡിഫറെൻ്റ് ആണ്, ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ ആൻറ്റി എന്ന് പറയും. ഇതാണ് അതിന് കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ. സോ ഇവിടെ HL ഇവിടെ 2 ആൽക്കൈൽ ഗ്രൂപ്പാണ്. ഈ വലിയ CH2CH എന്ന് പറയുന്ന ആൽക്കൈൽ ഗ്രൂപ്പും OHും സിമിലർ സൈഡിൽ കിടക്കുന്നതുകൊണ്ട് സിൻ, മറ്റേത് ഓപ്പോസിറ്റ് സൈഡിൽ കിടക്കുന്നതുകൊണ്ട് ആൻറ്റി. ഇതാണ് സിൻ ആൻഡ് ആൻറ്റി കൺസെപ്റ്റ് ഇൻ ഓക്സിംസ്. So our chapter of stereochemistry has ended. Hope you all understand the topic well. Thank you.